ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ ബില്ലിംഗ് സൈക്കിളിനെ കുറിച്ച് ധാരണ കുറവാണ്. അത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് സിമ്പിൾ ആയി പറയാം. ഒരു ഷോർട്ട് ടൈം ലോൺ പ്ലാസ്റ്റിക് കാർഡ് ത്രൂ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നു. ഇതിനെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലിംഗ് സൈക്കിൾ യൂഷ്വലി 30 ഡേയ്സ് ആണ് വരാറുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 45 ഡേയ്സ് കിട്ടും റീപേ ചെയ്യാൻ, തിരിച്ചടയ്ക്കാൻ. ബില്ലിംഗ് സൈക്കിൾ 30 ഡേയ്സ് ആണ്. പക്ഷേ ഗ്രേസ് പീരീഡ് ആയി 15 ഡേയ്സും കൂടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകൾ ഒക്കെ തരാറുണ്ട്. ഗ്രേസ് പീരീഡ് എന്താണെന്ന് വെച്ചാൽ 30 ഡേയ്സിലെ സൈക്കിളിൽ നമ്മൾ ചിലവാക്കിയ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു ഗ്രേസ് പീരീഡ് ആണ്, ഒരു റീപേയ്മെന്റ് ഡേറ്റ് ആണ്. തിരിച്ചടയ്ക്കാനുള്ള ഒരു കാലയളവാണ് ഈ 50 ഡേയ്സ്. അങ്ങനെ ടോട്ടൽ 45 ഡേയ്സ് കിട്ടും. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. രാഹുൽ ജൂലൈ 1-ാം തീയതി ഒരു ഫോൺ മേടിച്ചു. 30,000 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചു. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് സൈക്കിൾ 30 ഡേയ്സ് ആണ്. അതായത് ജൂലൈ 30 ആണ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് ഡേറ്റ്. അങ്ങനെ ജൂലൈ 30-ന് ബില്ല് ജനറേറ്റ് ആയി. രാഹുലിന് 50 ഡേയ്സും കൂടെ കമ്പനി ഗ്രേസ് പീരീഡ് ആയിട്ട് കൊടുക്കും. ഈ പൈസ അടയ്ക്കാൻ വേണ്ടി ഒരു ഗ്രേസ് പീരീഡ് ആയിട്ട് കൊടുക്കും. അങ്ങനെ ഡ്യൂ ഡേറ്റ് വരുന്നത്, തിരിച്ചടയ്ക്കാനുള്ള ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. മിഥുൻ, ബൈ.